അയ്യരുടെ അഹങ്കാരം ഇച്ചിരി കൂടുന്നുണ്ട്. എന്നാച്ച്? വടക്കേ തെരുവിലെ എല്ലാരുമായിട്ടും തെക്കൻ ശണ്ടയാ. വയസ്സായ മാമിമാര് വരെ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കാ. എന്നാ അമ്മളെ കാര്യം? പാലില് മൊത്തം വെള്ളം, അളവൊന്നും കൃത്യമല്ല. ദേ കുസുമാക്ക, ഒന്ന് ശ്രദ്ധിച്ചോണം. കഴിഞ്ഞ നാള് വരെ ശണ്ടയായിരുന്നു. തെക്കേ മഠത്തിലെ കൗസല്യായിട്ട് അതാ കൗസല്യ വരുന്നു. ശിവ ശിവ. അതെ അതെ, എന്റെ സ്വഭാവം അറിയാലോ. വെട്ടൊന്ന് തുണ്ട രണ്ടാണ്. തെക്കിനോടൊന്ന് ഒതുങ്ങാൻ പറ. അക്ക കവലപ്പെടാതെ ഞാൻ പാത്തുക്കറേ. നീ കൊറേ പാക്കും. മുതലേ പെമ്പിള്ള നന്നായിരിക്കണം, അല്ലെങ്കിലേ മാപ്പിള കെട്ടുപോവും. കെട്ടിയന്റെ മേലൊരു കണ്ണ് വെച്ചോ, അതാ നല്ലത്. ഇന്ന് 32 ലിറ്റർ പാല് കൊണ്ടുപോയി. 32 × 36, 1 ലിറ്റർ പാലിന് 36 രൂപ. മൊത്തം 1152 രൂപ. ഇതില് 15 രൂപയുടെ കുറവുണ്ടല്ലോ. അത് പിന്നെ എന്റെ ഈ ടയർ പഞ്ചറായി പോയി. ടയർ പഞ്ചറായി പോയി. നിങ്ങളുടെ സൈക്കിൾ മാത്രം എന്നെ എന്നൊന്നും പഞ്ചറാകുന്നത്. ഇത് തന്നെ ഞാനും ചോദിക്കുന്നത്, എനിക്കറിയാൻ പാടില്ല. നീ സത്യം പറ, നിങ്ങൾ ഇന്ന കാശ് അംബികമാളിന് കൊടുത്തില്ലേ? ഇല്ല ചെല്ലം, ഞാൻ അങ്ങനെ കാണിക്കുന്ന ആളെയല്ല. എന്നെ വിശ്വസിക്കുന്നത് നിന്നാണ് സത്യം. എന്നെ പിടിച്ച് സത്യം ഇടണ്ട. എന്നെ കൊണ്ടാണ് ഇട്ടിട്ട് എന്റെ തല പൊട്ടാൻ. സത്യം പറ, എത്ര ലിറ്റർ വെള്ളം ഇന്ന് പാലി ചേർത്തത്? 1 2 3 4. ആ പൈസ നിങ്ങൾ ഇന്ന് ദേവിക അമ്മാളിന് കൊടുത്തില്ലേ? അയ്യോ സത്യമായിട്ടും ഇല്ല. നോക്കിക്കോ, കാണിച്ചു തരാം. മുടിപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കാം. അങ്ങനെ 1100 രൂപയുടെ സാധനം അവൾ അടിച്ചു പൊട്ടിച്ചു. നമ്മുടെ കൗസല്യ ദേവന്മാർക്ക് കൂട്ടുകിടന്നിട്ട് എന്ത് ഗുണാണാവോ ഉണ്ടാവുക? എനിക്കൊന്നും അറിയില്ലേ. നീ മുല്ലശ്ശേരി പട്ടരുമായിട്ട് ഒളിസേവ തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ? അതിന് വല്ല ഗുണവും ഉണ്ടായോ എന്തോ? ഒരു ഗുണമുണ്ട്. ഇപ്പോഴത്തെ കുട്ടിക്ക് മുല്ലശ്ശേരി പട്ടര പോലെ കവിളിൽ ഒരു മറുകുണ്ട്. അയ്യോ എന്റെ പെരുമാളെ, എന്തൊക്കെയാ ഞാൻ ഈ കേക്കുന്നത്? അതിരാവിലെ വെറും വയറ്റില് ഇവിടെ ചിലർക്ക് എന്റെ വായിലിരിക്കുന്ന 2 തെറി കേട്ടാലേ സമാധാനാവൂ. ഒന്ന് പോടി. ദേവമാള് ചത്ത് കിട്ടാൻ കൗസല്യ കോവലിൽ വാഴക്കൊല നടന്നു ഞാൻ കേട്ടു. ഓ ശിവ ശിവ. ഒന്ന് ചുമ്മാതിരി. എന്തിനാ ഗീതമാളെ നുണക്കഥയൊക്കെ പറയുന്നത്? അവരൊരു പാവ സ്ത്രീ. അവരുള്ളത് കൊണ്ട് ആ കൗസല്യ ജീവിച്ചു പോകുന്നു. കുറച്ച് വസ്തു വീടുള്ളത് വാസ്തവ. ചത്ത് കിട്ടിയ അതെല്ലാം കൗസല്യക്ക. കിളവയ്ക്കാണെ ഒരു സുഖേടും ഇല്ല. കൊഞ്ചം പൈത്യം ഇருக்கு. കൗസല്യ ഒന്ന് ഉത്സാഹിച്ചാ മതി. ദേവമാളുടെ കാര്യം പെട്ടെന്ന് നടക്കും. അച്ചോ, അപ്പടിയെല്ലാം சொல்லாதடி. പാവം ദേവന്മാള്. അവർക്ക് കടവുള് ദീർഘായുസ് കൊടുക്കട്ടും. കടവുളേ, അവർക്ക് ദീർഘായുസ് കൊടുക്കണേ. കൊടുക്കും കൊടുക്കും, കാണാം. ഒരു കള്ള കണ്ടം പൂച്ച ഇവിടെയൊക്കെ ചുറ്റി കറങ്ങി നടക്കുന്നുണ്ട്. എന്റെ കൈ കിട്ടിയ നല്ല പട കൊടുക്കും. തക്കം കിട്ടി അടക്കളയിൽ കയറും, എന്നിട്ടൊക്കെ തട്ടിമറിക്കും. ദേവമാള് ചത്ത് കിട്ടാൻ കൗസല്യ കോവലിൽ വാഴക്കൊല നടന്നു ഞാൻ കേട്ടു. ചത്ത് കിട്ടിയ അതെല്ലാം കൗസല്യക്ക. കൗസല്യ ഒന്ന് ഉത്സാഹിച്ചാ മതി. ദേവമാളുടെ കാര്യം പെട്ടെന്ന് നടക്കും. കൗസല്യ, കൗസല്യ. എന്താ അമ്മാളെ? നീ എന്താ പക്കം പോയിപ്പാട്? അതെന്താ അമ്മാളെ? ഇത് നല്ല കാര്യം. ഞാൻ തൂക്കത്തിലെ കീഴ് വീഴുന്ന ഉങ്ക ഉടമ്പിലെ പെട്ട. അത് ശരി. അതെന്താ ഇതുവരെ ഇല്ലാത്തൊരു പഴക്കം? ഞാൻ சொல்றது കേട്ടാ പോതും. പോ വെളിയേ. ഓ
நான் ஏதோ சொல்லியாச்சு, ஒன்றும் நினைக்க வேண்டாம். என்னோட ஓரோரோ விசாரங்களாக்கும். ഉറങ്ങുന്നത് പോലും ചാക്കാട്, ഉറങ്ങി വിളിപ്പതും പിഴപ്പ്. ഇങ്ങ ഇരിക്കട്ടും. കാലത്തന്നെ എത്തി വെട്ടി വിഴുങ്ങാൻ. പണ്ട് സായിപ്പന്മാരാ അമ്മാളെ ഇതൊക്കെ നന്നാക്കിയിരുന്നത്. ഈ നസ്രാണികൾ മരിക്കുമ്പോ എന്ത് രസാ അമ്മാളെ, ഈ പാട്ടും കൂത്തും ബാൻഡ് മേളൊക്കെ. അപ്പ വായ തുറന്ന ചെക്കൻ ചാക്കാളി വരുള്ളൂ, പണ്ടാലടങ്ങാൻ. കാലന്റെ ഒരു തല്ലാള്. ഓ ഇതും ചത്തുവല്ല തന്നെ. ഓ കാലമടൻ. അമ്മാളെ ഇപ്പൊ ശരിയാക്കി തരാം. ഉള്ള വാങ്ങൂ. ഇത് പാലാണോ അതോ കാടിവെള്ളമാണോ? നിങ്ങൾ തന്നെ അത് പറയണം. ഏതായാലും അമ്മാള് പൂട്ടും തെക്കും പൂട്ട് പൊളിക്കും. ഇങ്ങോട്ട് വന്ന് അവിടെ മാതിരിയാക്കിയിരുന്നു. അങ്ങോട്ട് ഇവിടെ നോക്ക്. എവിടെ വരാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ. എന്റെ പെരുമാളാണ് സത്യം. ഈ തട്ടാൻ എന്നെ പറ്റിക്കാണെന്നേ. കഴിഞ്ഞ തേരോട്ടത്തിന് പണിയാൻ കൊടുത്തതാ. ഇപ്പൊ തട്ടാൻ എനിക്കിട്ട് പണി തുടങ്ങി. അതെങ്ങനെ? നീ തന്നെ നാട്ടുകാരുമ്പോ വിളിച്ചു കൂവിക്കൊണ്ട് കിടക്കല്ലേ. തക്കം കൊണ്ടുവരണ പാലിന് വെള്ളം കൂടുതലാന്ന്. അതെ, അങ്ങനെ പറഞ്ഞാലേ ഇതൊക്കെ നടക്കൂ, അല്ലെങ്കിൽ കാണായിരുന്നു. കിളവി വക്കീലാപ്പീസ് പോയിട്ടേ കിട്ടുന്ന കാശ് മുഴുവൻ സുബൈക്ക് കൊടുക്കാനാ പരിപാടി. മോളും ചത്തു, മരുമകൻ രണ്ടാമത് കല്യാണം കഴിച്ചു. ഇത് ഷഷ്ടി പൂർത്തിയല്ല, കനകാഭിഷവും കഴിഞ്ഞിട്ടേ പോകൂ.
എന്റെ പെരുമാളെ, എത്രയോ പേരെ നീ മുകളിലോട്ട് വിളിക്കുന്നു. അതെ, കിളവി ചത്തു കഴിഞ്ഞാൽ നിനക്ക് വല്ലതും കിട്ടും. നിനക്ക് കിട്ടിയാൽ അത് എനിക്ക് കിട്ടിയ പോലെ അല്ലേ? എന്നിട്ട് വേണം ഒരു കൊച്ചു മിൽമാ ബൂത്ത് തുടങ്ങാൻ. കിളവിക്കേ ഇപ്പൊ പാട്ടിലും കമ്പം തുടങ്ങിയിട്ടുണ്ട്. ആണോ? അങ്ങനെയാണെങ്കിൽ അവരോട് ഹരിമുരളീരവം പാടാൻ പറയും. അതെന്തിനാ? പുലി ശ്വാസം കിട്ടാതെ പെട്ടെന്ന് ചാവോടി. ബൃഹദീശ്വര ക്ഷേത്രത്തിലൊന്ന് പോണം. തഞ്ചാവൂരേ 14 നിലയുണ്ട്. ഒറ്റക്കല്ലിൽ തീർത്ത ഒരു ചിത്രകൂടം ഉണ്ട്. ആഹാ, കാണേണ്ട കാഴ്ച. സംഗീതം എന്ന് പറഞ്ഞാൽ തഞ്ചാവൂർ സംഗീതം. കീർത്തനം കേട്ടപ്പോ എന്താ ഒരു സുഖം. ഞാനും സന്താനങ്ങളെ പഠിപ്പിച്ചതാ. എന്നിട്ട് എന്തു പറ്റി? വിധി എന്നല്ലാതെ എന്തു പറയാൻ. ദേവനാരായണ ഭാഗവതരെ തെരയുമാ? പിന്നെ പെരിയ ആള്, മഹാസംഗീതജ്ഞൻ. അവരോட மகனை நான் பார்த்தேன். நிஜமா? என்ன எங்க கொண்டு விட்டு போயாச்சு. ஆமா, என்ன பைத்தியம் பிடிச்சிருக்கா? பைத்தியம் இல்லடி, நிஜம்தான். அப்பா மாதிரியே இருக்கு. அப்படியா? ஆனா பேச முடியல. அது என்ன ஊமையா? ஊமை கிடையாது, திடீர்னு போயாச்சு. என்ன உஷ்ணம். கொடுத்த வேலை பண்ணியாச்சு. தேவநாராயண பாகவதற்கு ஒரே ஒரு குழந்தை, ஹரிநாராயணன். வேலை ஒண்ணுமே இல்லை. அங்கே இங்கே சுற்றி திரியல், அதுதான் வேலை. மேரேஜ் கழிஞ்சாச்சு. பொண்ணு நல்ல ஆட்டக்காரி. மொத்தத்தில் பொண்டாட்டி வேலை பண்ணும், இவன் உட்கார்ந்திருந்து சாப்பிடுவேன். கொஞ்சம் பிடி. இப்ப வரேன். அப்பப்பா நிறைய பார்த்துருக்கேன். ஆனா இது ஒரு பிரத்யேக வெரைட்டி. ரொம்ப நன்றி. வரட்டுமா? ടീച്ചറെ, അരുണാചൽ പ്രദേശിലെ സിംഗ്പോ, അതിന്റെ സംഗീതം കേട്ടിട്ടുണ്ടോ? അതായിരുന്നു എന്റെ റിസർച്ചിന്റെ സബ്ജക്ട്. കുറെ കഷ്ടപ്പെട്ട് കാണുമല്ലോ. മൊത്തം അപ്പ അവിടെതല്ലേ, ഞാനതിനെ കൊഞ്ചൊന്ന് ഭംഗിയാക്കി, അത്രേ ഉള്ളൂ. ആളൊട്ടും മോശക്കാരനല്ല. ഞാനത് സംസ്കൃതി ഫൗണ്ടേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. പാക്കലാം. ടീച്ചറെ, ആസാമിലെ ബിഹു എന്താ രസം. അതാണ് സംഗീതം. പിന്നെ ആസാമിലെ ബിഹു ബിഹു കാണാൻ പോയിട്ട് എന്റെ കാപ്പറിനും പോയി. എന്റെ പാട്ടി നന്നായിരുന്നു അത്. അല്ല, കലാമണ്ഡലത്തിൽ നിന്ന് ടീച്ചർ ഒഴിഞ്ഞു കേട്ടു. കലാമണ്ഡലം തന്നെ ഒഴിഞ്ഞെന്നാ ഞാൻ കേട്ടത്. ഇപ്പൊ ആർക്ക് വേണം ഈ കലയും കഥകളിയും ഒക്കെ? വിദേശികൾക്കല്ലേ ഈ ഭ്രമമൊക്കെ. അതെ, മൂപ്പർക്ക് അവിടെ ഒരു പണി ശരിയാക്കി കൊടുത്തൂടെ? അയ്യോ, ഇപ്പൊ തന്നെ എനിക്കിവിടെ ആവശ്യത്തിൽ കൂടുതൽ പണിയുണ്ട്. അപ്പോഴാ എടുത്തോളാടി. ഹരി, ദേ ഞാൻ ഇറങ്ങുവാ. പറഞ്ഞതുപോലെ വാരണാസിന്ന് അവര് വരും. 16 അല്ലെങ്കിൽ 18. ഹരി, കളിച്ചൊന്നും നടക്കാതെ 10 കാശ് സമ്പാദിക്കാൻ നോക്ക്. ഇപ്പോഴേ ഇതൊക്കെ നടക്കൂ. ഞാൻ ഇറങ്ങുവാ.